കേരളത്തിൽ അതിവേഗ റെയിൽപാത നടപ്പിലാക്കുന്നതിൽ പന്ത് സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിലാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ പറഞ്ഞു. ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രാഥമിക നടപടികൾ പോലും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ല. അതിവേഗ റെയിൽപാതയ്ക്കായി മെട്രോമാൻ ഇ ശ്രീധരൻ കേരളത്തിൽ ഓഫീസ് തുറന്നതിനെ സ്വാഗതം ചെയ്യുന്നു. റെയിൽവേയുടെ വികസനത്തിന് ആര് മുൻപോട്ട് വന്നാലും സ്വാഗതം ചെയ്യും. അങ്കമാലി ശബരി റെയിൽപാത ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്കായി മുഖ്യമന്ത്രിയെ നിരന്തരം ബന്ധപ്പെട്ടുവെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. Previous project, the Silver Line project, which was proposed by the state government, that project had huge environmental impact, and that project I think that was not even feasible, but still if the state government wants, then we can reconsider that. If the high speed train, it all depends upon the state government. Honorable Chairman sir, I also would like to request through you and through honorable MPs that the state, through honorable chair and through honorable MPs, that the state government should support the central government in getting the railway projects expedited. The land acquisition is such a serious problem and the kind of support is so less. Just about 14% of the land has been acquired. How will we develop the project? How will we develop the railway line if the state does not support? So at least that kind of support is required. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, സംസ്ഥാനം ഈ അതിവേഗ റെയിൽപാതയുടെയൊക്കെ കാര്യത്തിൽ സ്വീകരിക്കുന്ന അലംഭാവമാണ് ഇന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രാഥമിക നടപടികൾ പോലും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ആകെ 14% ഭൂമി മാത്രമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് വെച്ച് എങ്ങനെ അതിവേഗ റെയിൽപാത യാഥാർത്ഥ്യമാകുമെന്ന ചോദ്യമാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത്. വിവരങ്ങൾ. ദിലിമ, രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ ഹാരിസ് ബീരാനും ജോൺ ബ്രിട്ടാസും ഉൾപ്പെടെയുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് റെയിൽവേ മേഖലയിലെ വിവിധ കാര്യങ്ങൾ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് കേരള സർക്കാർ മുൻപോട്ട് വെച്ച സിൽവർ ലൈൻ പദ്ധതി പ്രായോഗികമല്ല. അതിന് നിരവധി പാരിസ്ഥിതികാഘാത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സിൽവർ ലൈൻ പ്രായോഗികമല്ല. പക്ഷേ സംസ്ഥാനത്തിന് താല്പര്യമുണ്ടെങ്കിൽ അതിവേഗ റെയിൽവേ നടപ്പാക്കാവുന്നതാണ്. നിലവിൽ ആ വിഷയത്തിൽ പന്ത് സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിലാണുള്ളത്. ഭൂമി ഏറ്റെടുക്കുന്നതുൾപ്പെടെ പ്രാഥമിക നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിക്കുന്നു. അദ്ദേഹം അതിലെടുത്ത് ചൂണ്ടിക്കാട്ടിയത് അങ്കമാലി ശബരി റെയിൽപാതയാണ്. ആ പാതയ്ക്ക് വേണ്ടി നിരവധി തവണ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ നേരിട്ട് നിരവധി തവണ ബന്ധപ്പെട്ടു. ഭൂമി ഏറ്റെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ അന്ന് സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് താല്പര്യമെടുത്തില്ല. അതുപോലെ തന്നെയാണ് അതിവേഗ റെയിൽപാതയിലും. അത്തരത്തിലൊരു അതിവേഗ റെയിൽപാത വേണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രാഥമിക കാര്യം എന്നുള്ളത് ഭൂമി ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതിവേഗ റെയിൽപാതയിൽ സംസ്ഥാന സർക്കാരിന് സഹകരണവും താല്പര്യവും ഉണ്ടെങ്കിൽ അതിവേഗ റെയിൽപാത നടപ്പാകും. പക്ഷേ നിലവിൽ മുൻപോട്ട് വെച്ച സിൽവർ ലൈൻ എന്ന പദ്ധതി അത് പ്രായോഗികമല്ല എന്ന് വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൂടാതെ ഈ മെട്രോമാൻ ഇ ശ്രീധരൻ ഈ അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട ഓഫീസ് തുറന്നതിനെ കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ ഡൽഹി മെട്രോയിലും കൊങ്കൺ റെയിൽപാതയിലുമെല്ലാം രാജ്യത്തിന് അത്രയധികം സംഭാവന നൽകിയിട്ടുള്ള ആളാണ് അദ്ദേഹം എന്നുള്ളത് മാത്രമല്ല, റെയിൽവേക്ക് വികസനത്തിന് ഒപ്പം നിൽക്കാൻ ആരൊക്കെ മുൻപോട്ട് വരുന്നു അവരെയൊക്കെ സ്വാഗതം ചെയ്യുന്നു എന്ന കാര്യം കൂടിയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടിയത്. നീലിമ.